ഇന്നത്തെ നമ്മളെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പാലോടിന് സമീപം എൻ്റെ നാടായ മൈലമൂട് മലയോര ഗ്രാമത്തിലെ പ്രശസ്തമായ സുമതി വളവിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ാണ് പ്രശസ്തമായ സുമതി വളവ്. അപ്പോൾ ഈ സുമതി വളവിലെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ലാത്ത കാഴ്ചകൾ ഞാൻ ഈ വളവിനെ കുറിച്ച് കാണിച്ചു തരുന്നതാണ്. ഈ വളവിന്ന് ഒരു 200 മീറ്റർ മാറി അങ്ങ് ഉള്ളിലോട്ടാണ് മരിച്ചു കിടന്നത്. അപ്പോൾ നമുക്ക് ആ ഉള്ളിലത്തെ കാഴ്ചകൾ എടുക്കാം. ഇവിടെയാണ് സുമതി മരിച്ചു കിടന്നതെന്ന് പറയുന്ന റോഡിൽ നിന്ന് അവിടുന്ന് ഒരു 200-250 മീറ്റർ മാറി. ഇതാണ് ഉൾവനമാണ്. ഇപ്പോൾ ഇവിടെ മരങ്ങളെല്ലാം മുറിച്ച് തൈകൾ നട്ടേക്കാണ്. അതുകൊണ്ടാണ് ഒരു വലിയ ഇതില്ലാതിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ അകത്തൊരു പേടിയുണ്ട്. ജമ്മിയായ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു സുമതി. മുതലാളിയുടെ മകനായ രത്നാകരനുമായിട്ട് സുമതി ഇഷ്ടത്തിലാകുകയും ആ ഇഷ്ടം വലുതാകുകയും സുമതി ഗർഭിണിയാകുകയും ചെയ്തു. സുമതി കല്യാണം കഴിക്കണമെന്ന് രത്നാകരൻ്റെ കൂടെ പറയുകയും ഇഷ്ടമില്ലാതെ ഇരുന്ന രത്നാകരൻ കല്യാണം കഴിക്കാമെന്ന് സുമതിക്ക് വാക്കുകൊടുക്കുകയും പാങ്ങോട് ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണിക്കാമെന്നും പറഞ്ഞ് സുമതിയെയും കൊണ്ട് വരികയും ചെയ്തു. വരുന്ന വഴിക്ക് രത്നാകരന്റെ കൂട്ടുകാരൻ രവീന്ദ്രനെയും കൂടെ കൂട്ടി. എസ് വളവെന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി വളവിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് മാറി സുമതിയെ കൊണ്ടുവന്ന് കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിറവ് ഉറക്കാൻ വന്ന സ്ത്രീകളാണ് സുമതിയുടെ ബോഡി കണ്ടത്. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനെയും രവീന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 15 വർഷത്തേക്ക് കോടതി ശിക്ഷിക്കുകയും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുകയും അധിക കാലതാമസമില്ലാതെ അവർ മരണപ്പെടുകയും ചെയ്തു. പണ്ട് ഭയങ്കരമായ കാടുകളായിരുന്നു ഇവിടെ, വലിയ വനപ്രദേശമായിരുന്നു. ഇപ്പം മരങ്ങളും വെട്ടിത്തെളിച്ചു കാടുകളും വൃത്തിയാക്കി ഈ അവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ CCTV ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതലും ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഈ റോഡും എസ് വളവും അടുത്തുള്ള കാടുകളുമാണ്. സുമതി മരിച്ചു കിടന്ന സ്ഥലമാണ് നമ്മൾ കാണിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.